നമ്മുടെ കഴിഞ്ഞ ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ മദ്യനയമൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ വലിയൊരു അലിവ് അല്ലെങ്കിൽ കരുണ അല്ലെങ്കിൽ ദയ കാണിച്ചിരുന്നു. വേറെ ആരോടുമല്ല, കേരളത്തിലെ ജനങ്ങളോടല്ല, പകരം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ബെക്കാഡി എന്ന് പറയുന്ന കമ്പനിയോടാണ്. ആ കമ്പനിയാണ് അതിനു വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നത്. കാരണം അവർ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്, അവരോട് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ വിറ്റഴിക്കണമെങ്കിൽ അവർക്ക് ടാക്സ് കുറച്ച് നൽകണം എന്നൊരു അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ അവർക്ക് രണ്ടു പേർക്കും, അതായത് 0.5 മുതൽ 10% വരെയുള്ളവർക്ക് 140%, അതുപോലെ 10 to 20% ആൽക്കഹോൾ ഉള്ളതിന് 175% നികുതി നിശ്ചയിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഇവിടുത്തെ മദ്യത്തിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 251%. 100%-ൽ താഴെയാണ് ബിയറിൻ്റെ. പക്ഷേ ബിയറൊന്നും മദ്യമായിട്ട് കണക്ക് കൂട്ടുന്നില്ല, അത് 6% മാത്രമേ അതിനകത്ത് ആൽക്കഹോൾ ഉള്ളൂ. പക്ഷേ മറ്റതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 0.5 മുതൽ 10% വരെയുള്ളതിന് 140, അതുപോലെ തന്നെ 10% മുതൽ 20% വരെയുള്ളതിന് ഒരു സ്ലാബ് വീര്യം നോക്കിയിട്ട് നമ്മൾ ടാക്സ് കൊടുത്തു. വീര്യം കുറവാണെങ്കിൽ ടാക്സിൻ്റെ വീര്യവും കുറവ് മതി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ 175% കൊടുത്തത്. അപ്പോൾ തന്നെ ഏതാണ്ട് 75% അവർക്ക് വലിയ ലാഭമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് സംഭവിക്കാൻ പോകുന്ന നഷ്ടം, മദ്യപിക്കുന്നവർക്ക് വലിയ ഗുണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ വെള്ളവും സോഡയും അതുപോലെ തന്നെ കൊക്കോ കോളയും പെപ്സിയും ഒന്നും അന്വേഷിച്ച് നടക്കണ്ട, പകരം നേരിട്ട് അത് വായിലേക്ക് കമഴ്ത്താവുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ കാര്യത്തിൽ എത്ര കോടി കമഴ്ത്തി നമ്മുടെ UDF ഗവൺമെൻറ് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വി ഡി സതീശൻ തന്നെ പറഞ്ഞത്, ഇതുപോലൊരു അപേക്ഷ ഗവൺമെൻറ്റിന് വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, അപ്പോൾ കോടികൾ മറിക്കാനുള്ള പരിപാടിയാണ്, ഇതിന് പിന്നിൽ അഴിമതിയാണ്, അതുകൊണ്ട് ടാക്സ് കുറച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും എപ്പോഴും രണ്ടായതുകൊണ്ട് പതിവ് പോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, നെല്ല് അളിയ ഇത് ചെയ്തു കൊടുക്കല്ലേ, ഞാൻ വന്നിട്ട് ഈ അഴിമതി ചെയ്യാമെന്നാണ്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ഈ അഴിമതി ചെയ്തു, കുറച്ച് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിപക്ഷമൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി. പക്ഷേ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വലിയ തലവേദനയുമായിട്ട് വേറൊരാൾ വരുന്നത്. അത് അദ്ദേഹം ഈ അടുത്ത കാലം വരെ വി ഡി സതീശൻ്റെ അനുയായിയായിരുന്നു, അല്ലെങ്കിൽ വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം വി ഡി സതീശൻ്റെ നേതാവായിരുന്നു പണ്ട് മുതൽ തന്നെ. പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ തവണ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് കേരളത്തിൽ നിലപാടെടുത്ത അപൂർവം ചില നേതാക്കന്മാരിൽ ഒരാളാണ്. ഒന്ന് കെ മുരളീധരനും ഒന്ന് ഇദ്ദേഹവും മാത്രമാണ് നിലപാടെടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് VM സുധീരൻ എന്നാണ്. അപ്പോൾ VM സുധീരന് പക്ഷേ ഈ ബെക്കാഡി കുടുംബത്തോടുള്ള പ്രണയം അത്ര ഇഷ്ടപ്പെട്ടില്ല. ബെക്കാഡി കുടുംബം വലിയ ബുദ്ധിമുട്ടിലാണ്. അത് മിക്കവാറും VM സുധീരൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടിട്ടായിരിക്കും. കാരണം അവർ ഒരു 170ഓളം രാജ്യങ്ങളിൽ കച്ചവടം നടത്തുന്ന 200ഓളം ബ്രാൻഡുകളുള്ള ബെക്കാഡി എന്ന് പറയുന്ന 1862 രൂപീകരിക്കപ്പെട്ട ഒരു കോർപ്പറേഷനാണ്. 7ാമത്തെ ജനറേഷനാണ് ഇപ്പോൾ ഈ ബിസിനസ് നടത്തുന്നതൊക്കെ തന്നെ. അവർ വളരെ പാവപ്പെട്ട ക്യൂബയിൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്, സ്പെയിനിൽ നിന്നുള്ള ആളുകളാണ്, പാവപ്പെട്ട ആളുകളാണ്. കാരണം ഏതാണ്ട് 46,000 കോടി രൂപ മാത്രമേ അവരുടെ വരുമാനമുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം അതിൻ്റെ ഇന്ത്യൻ CEO ആയിട്ടുള്ള ആളുമൊക്കെ തന്നെ ഈ പറയുന്ന പോലെ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ മഹേഷ് മാധവനൊക്കെ തന്നെ കണ്ടിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ശരി, അവരോടൊക്കെയുള്ള പാവത്വം തോന്നിയിട്ടായിരിക്കണം വി ഡി സതീശൻ കുറച്ച് കൊടുത്തു. പക്ഷേ പ്രിയപ്പെട്ട മറ്റേ VM സുധീരന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ ഈ ആദർശത്തിൻ്റെ അസ്ക്യതയുണ്ട്. ഈ ആദർശത്തിൻ്റെ അസ്ക്യതയുള്ള ആളുകളെയൊക്കെ തന്നെ പണ്ടേ പിടിച്ച് പാർട്ടിക്ക് പുറത്താക്കേണ്ടതാണ്. ഇദ്ദേഹം നേരത്തെ തന്നെ പല തലവേദനകളും ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. കാരണം ഇദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബാറുകൾ അനുവദിക്കുന്നതിനെതിരെ ഇതുപോലെ നിലപാടെടുക്കുകയും വലിയ ജനപിന്തുണ കിട്ടുകയും ഏറ്റവും ഒടുവിൽ ബാറെല്ലാം പൂട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടി പ്രതികാരം നിർവഹിക്കുകയും ചെയ്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അന്നും ഇതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്ററായിരുന്ന കെ ബാബു ഒരു പാവം കരുണ കാണിച്ചിരുന്നു. പക്ഷെ അതും ഈ സുധീരനൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അന്ന് ഉണ്ടായിരുന്ന എക്സൈസ് കമ്മീഷണർ അവരുടെ ലൈസൻസ് ഫീ 22 ലക്ഷത്തിൽ നിന്ന് 25 ആക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് കെ ബാബുവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കേവലം 23 ലക്ഷം രൂപ ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ലക്ഷം രൂപ പാവപ്പെട്ട ബാർ മുതലാളിമാർ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാനോ, സ്വന്തം വീട്ടിലെ കൊച്ചുങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനോ, അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ഫീസ് അടക്കാനോ ഒക്കെ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇങ്ങനൊരു കാര്യമാണ് അവരെ ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ വീണ്ടും സുധാകരൻ VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുകയാണ്. കത്തെഴുതിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് പിൻവലിച്ചേ തീരൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് കുറച്ചിട്ടുള്ള പരിപാടി അത് പിൻവലിച്ചേ തീരൂ, അതുകൊണ്ട് ഇവിടെ മദ്യം ഒഴുകും എന്നുള്ളതാണ്.
600 രൂപ അല്ലെങ്കിൽ ഒരു 1000 കോടി രൂപയുടെ നഷ്ടം ഓരോ വർഷവും ഗവൺമെൻറ്റിനുണ്ടാവും. അതിപ്പോൾ ഒരു 4000-5000 കോടി നഷ്ടം വന്നാൽ പോലും ബെക്കാഡി ഉൽപ്പാദിപ്പിക്കുന്ന പാവപ്പെട്ട ആ കുടുംബം അവർ പട്ടിണി കിടക്കില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെയൊക്കെ ആശ്വാസം. അപ്പോൾ ആശ്വാസത്തിനിടക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെന്ന് പറയുന്നത് വി എം സുധീരനാണ്. സുധീരന് ഈ പറയുന്ന പോലെ കഞ്ഞിയുടെയും മുളകിൻ്റെയും ഒക്കെ വില അറിയില്ല, അത് പരിപ്പ് കൂട്ടി കഴിക്കുന്നതിൻ്റെ സുഖവും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കോവാവുല്ലാണ്. അദ്ദേഹം പറയുന്നത് ഇത് മുഖ്യമന്ത്രി നിങ്ങൾ കുറക്കണമെന്നല്ല പറയുന്നത്, ഇത് കുറച്ചേ തീരൂ എന്നാണ് പറയുന്നത്. മാനം മര്യാദയായിട്ട് പണ്ടില്ലേ ഇന്നസെൻ്റ് ഒരു ഡയലോഗ് വിടുന്നുണ്ട് ഒരു സിനിമയിൽ, വന്ന് മാനം മര്യാദയായിട്ട് കള്ളക്കടത്തുകാർക്ക് പോലും ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കാൻ കഴിയാതായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലായിരിക്കും സതീശൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വന്ന് ഈ ഒരു UDF ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ടെങ്കിൽ മനസമാധാനത്തോടെ അഴിമതി ചെയ്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ വി എം സുധീരനെ മറികടന്ന് ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അതിൽ വസ്തുതയുണ്ടെന്നും അദ്ദേഹം പറയുന്നത് ശരിയാണെന്നൊക്കെ വിചാരിക്കും. പണ്ട് കരിമണലിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ അദ്ദേഹം ഇതുപോലെ സമരത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്. അന്ന് പല അഭ്യാസങ്ങളും ഇറക്കി നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പണിയും നടന്നില്ല. പകരം നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരിമണൽ ഖനനത്തിൽ നിന്നൊക്കെ പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇപ്പോഴും ആ പോരാട്ട വീര്യം വി എം സുധീരനുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് വലിയ തലവേദനയാകും സതീശന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേ സതീശനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൗദൂദിയൻ ചാനലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഈ പറയുന്ന പോലെ ഗണഗീതമോ ഒന്നും മതിയാകാൻ സാധ്യതയില്ല എന്നുകൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കട്ടെ.